ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കിയ SIT തന്ത്രി കണ്ഠരര് രാജീവർക്കായി തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. ഇഡിയും മുഖ്യപ്രതി അടക്കം ഉള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രനുണ്ട്. ദേവിക, നിർണായക അല്ലെങ്കിൽ ഞെട്ടലോടുകൂടിയുള്ള അറസ്റ്റാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഉത്തരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. ഇനിയും വമ്പൻ സ്രാവുകൾ ഉണ്ടോ എന്നതടക്കമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അപ്പോഴും ഈ തന്ത്രിയെ അറസ്റ്റിലാവുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഒരു നിർണായക അറസ്റ്റാണ് ഇന്നലെ കണ്ടത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നു, പെട്ടെന്ന് അറസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഗൂഢാലോചന നടത്തി, ആചാര ലംഘനങ്ങൾ നടത്തി എന്നൊക്കെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നത്. വിവരങ്ങൾ എന്താണ്? കൂടുതൽ അന്വേഷണം എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ? ദേവിക. തീർച്ചയായിട്ടും അശ്വതി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലേക്ക് ഓരോ ദിവസവും എത്തുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവരെ SIT ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്തത്. ഈ തന്ത്രി ഈ ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരം, അതായത് ഈ ചട്ടങ്ങൾ പ്രകാരം ദേവസ്വം ബോർഡിന്റെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിന് തത്തുല്യമായിട്ടുള്ള റാങ്കിലുള്ള വ്യക്തിയാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവർ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം മുതൽക്ക് തന്നെ തുടക്കത്തിൽ ഇത്തരത്തിൽ ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെയൊക്കെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. അപ്പോഴെല്ലാം ഇവർ പറഞ്ഞത് ഈ താന്ത്രിക വിധി പ്രകാരം ദൈവത്തിന്റെ അനുജ്ഞ തേടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യമാണ്. പക്ഷെ അതിനുശേഷം അനുജ്ഞ താങ്കൾ നൽകിയിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരമാണ് ഇത്തരത്തിൽ ഈ കട്ടിളപ്പാളികളുടെ സ്വർണം കടത്തിയ കേസിലാണ് നിലവിൽ 13ാം പ്രതിയായി ഇദ്ദേഹത്തെ ഇത്തരത്തിൽ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരമാണ് ഈ കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതും. അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന കാര്യമാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവരെ പറഞ്ഞത്. പക്ഷേ SIT അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് തന്ത്രി എന്ന് പറയുന്നത് ഈ ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന് തുല്യമായിട്ടുള്ള റാങ്കിലുള്ള വ്യക്തിയാണ്. തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ ആണ് ഇത്തരത്തിൽ താന്ത്രിക വിധികളൊന്നും ഇതിൽ പാലിച്ചിട്ടില്ല, പാടെ തകർന്നിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് SIT റിപ്പോർട്ടിലൊക്കെ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ അനുമതിയില്ലാതെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം ദേവസ്വം ബോർഡിനെ പരാതിയായി അറിയിക്കുക എന്നുള്ള കർത്തവ്യമുണ്ട്. അത്തരത്തിലുള്ള നിയമ നടപടികളോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഈ തന്ത്രി കടന്നിട്ടില്ല എന്നുള്ളത് കുറ്റകരമായ മൗനാനുവാദം ഇത്തരത്തിലൊരു വലിയ സ്വർണ്ണ കള്ളക്കടത്തിനൊപ്പം നിന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് SIT ഉള്ളത്. ആ ഒരു കേസിലാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, കേസിലെ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് തന്ത്രി വഴിയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. 2006-2007 കാലഘട്ടത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം തന്നെയാണ് പിന്നീട് വളർന്നതും ശബരിമലയിലേക്ക് പോറ്റിക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നതും. അപ്പോൾ ഇത്തരത്തിൽ ഈ പോറ്റിയെ ഈ സ്വർണ്ണപ്പാളികൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ മൗനാനുവാദം കൊടുത്തതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ലാഭം തന്ത്രി കണ്ഠരര് രാജീവരന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം SITക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനാണ് തിങ്കളാഴ്ച ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. 13ാം തീയതി തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇതിന് സമാന്തരമായി EDയും അന്വേഷണം കടുപ്പിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് ഇത്തരത്തിൽ ED കേസ് അന്വേഷിക്കുന്നത്. കൂടുതൽ പ്രതികൾ, അതും തന്ത്രി കണ്ഠരര് രാജീവരെ പോലെയുള്ള പ്രധാനികൾ ഇത്തരത്തിൽ ഈ കേസിന്റെ ഭാഗമാകുമ്പോൾ SIT പ്രതി ചേർത്തിട്ടുള്ള എല്ലാ പ്രതികളെയും പ്രതി ചേർത്തുകൊണ്ട് തന്നെയാണ് EDയും കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ആകെ ഇത്തരത്തിൽ നഷ്ടം വന്നിട്ടുള്ള സ്വത്ത് വകകളുടെ മൂല്യം കണക്കാക്കി ഈ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കവുമായാണ് ED മുന്നോട്ട് പോകുന്നത്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ EDയും കോടതിയെ സമീപിക്കും. അശ്വതി. ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ EDയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു അന്വേഷണത്തിൽ എന്നുള്ളതാണ്. തന്ത്രിയുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സുകളുടെ ഉറവിടം അന്വേഷിക്കണം, അല്ലെങ്കിൽ ഈ പണമൊക്കെ എങ്ങനെയാണ് വന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ED അന്വേഷിക്കുന്നുണ്ട്. അത് എല്ലാ പ്രതികളുടെയും കാര്യങ്ങൾ അത്തരത്തിൽ അന്വേഷിക്കും എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റും വ്യക്തമാക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ്. തിങ്കളാഴ്ച എന്തായാലും കോടതിയെ സമീപിക്കും.
തീർച്ചയായിട്ടും ഈ ശബരിമലയിൽ ആകെ ഉണ്ടായിട്ടുള്ള ഈ വസ്തുക്കളുടെ നഷ്ടമായിട്ടുള്ള സ്വർണത്തിന്റെ ഈ കണക്ക് എടുക്കുക എന്നുള്ളതാണ് ഇഡിക്ക് മുൻപിലുള്ള പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയവയുടെ മൂല്യം കണക്കാക്കുകയും എല്ലാ പ്രതികളുടെയും വസ്തുവകകളിൽ നിന്നും ഈ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുകയുമാണ് ഇപ്പോൾ ഇഡിക്ക് മുൻപിലുള്ള ലക്ഷ്യം. SIT പല ഘട്ടങ്ങളിലായി പല പ്രതികളെയും ഈ പേരിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, പ്രതി ചേർത്തിട്ടുണ്ട്. അത്തരത്തിൽ SIT പ്രതി ചേർത്ത എല്ലാ പ്രതികളെയും ഇഡിയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ഈ SIT കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. 2019 നടന്ന ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസാണ് ഇഡി പരിഗണിക്കുന്നതെങ്കിലും 2025 വരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇഡിയുടെ അന്വേഷണ പരിധിയിൽപ്പെടും. അശ്വതി. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. SIT തന്ത്രി കണ്ഠരര് രാജീവർക്കായി തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. ഇഡിയും മുഖ്യപ്രതി അടക്കം ഉള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കുന്നുണ്ട്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രൻ നൽകിയത്.